എനിക്കിന്ന് ചിന്നുവിനെ കാണാതിരിക്കാനാവില്ല, അവളുടെ ശബ്ദം കേൾക്കാതിരിക്കാനും ആവില്ല. അവളെ കാണാതെ അവളോട് സംസാരിക്കാതെ ഇരുന്ന എനിക്ക് ഭ്രാന്ത് പിടിക്കും. ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു തത്വശാസ്ത്രമുണ്ട്. അത് ആരെയും ഒരിക്കലും വിശ്വസിക്കരുതെന്ന. എന്റെ ഭർത്താവിനെയോ നമ്മളെല്ലാം സൃഷ്ടിച്ച ദൈവത്തിനെയോ പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം, എന്നാ മാത്രമേ എനിക്ക് തൃപ്തിയാവൂ. അമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും എന്റെ മുറിയിൽ വരാം, എന്നെ കാണാം. ഞാൻ ഈ മുറിയിൽ തന്നെ കാണും. പക്ഷെ ഇതുപോലെ മറ്റുള്ളൊരു തോന്നിയ സമയത്ത് ഇവിടെ വരുന്നത് എനിക്കിഷ്ടല്ല. അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്ന സമയം എൻ്റെ മുറി ലോക്കായിരിക്കും. വാതിലിട്ടേ മതി, ഞാൻ തുറന്നോളാം. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടാവുമല്ലോ അല്ലേ? ഞാനും അമ്മയുടെ മകൻ തന്നെയാ. അതുകൊണ്ട് തന്നെ കുറച്ചു വാശിയൊക്കെ എനിക്കും ആകാലോ. അമ്മ പറഞ്ഞതുപോലെ ആരെയും വിശ്വസിക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്തു വില കൊടുത്തും ഞാൻ നടപ്പിലാക്കിയിരിക്കും. മാഷേ, അമ്മ ഉറങ്ങിയില്ലേ? അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഉറക്കം വരാത്ത. പക്ഷെ അമ്മ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ? ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും അമ്മ ഇവിടെ കയറി കിടക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. മഹിസാറ് വന്നില്ലേ? ചന്ദ്രാമ്മയും വന്നില്ല? എന്റെ ഡയറി എവിടെ? ചന്ദ്രാമ്മ ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തു വിട്ടതാണോ? എന്നിട്ട് ചന്ദ്രാമ്മ എന്താ വരാത്തെ? ഓ, ചന്ദ്രാമ്മ ഭക്ഷണമായിട്ട് വരുമോ? അതുവരെ ഞാൻ വിഷമിച്ചിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചന്ദ്രാമ്മ ഡയറി കൊടുത്തു വിട്ടത്. രമ മാഡത്തിന്റെ വീട്ടിലേക്ക് വന്ന ശേഷം എനിക്ക് എന്നും സംശയമായിരുന്നു, അമ്മയാണോ എൻ്റെ അമ്മ, അല്ല ചന്ദ്രാമ്മയാണോ എൻ്റെ അമ്മ എന്ന്. ഇനി അമ്മ കുറച്ച് കിടന്ന് ഉറങ്ങിക്കോ. ഇത്ര നേരം ഞാൻ ഉറക്കമല്ലായിരുന്നോ? അതുകൊണ്ട് എനിക്കിനി ഉറക്കം വരില്ല. ഞാൻ ഡയറിയിൽ എന്തെങ്കിലും കുറിക്കാം.
മാഷേ ചിന്നു 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 എനിക്കെന്റെ ചിന്നുവിനെ കാണാതിരിക്കാനാവില്ല, അവളുടെ ശബ്ദം കേൾക്കാതിരിക്കാനും ആവില്ല. അവളെ കാണാതെ അവളോട് സംസാരിക്കാതെ ഇരുന്ന എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്റെ ചിന്നിനോട് കള്ളം പറഞ്ഞവനാ ഞാനൊരു അനാഥനാണെന്ന് കള്ളം പറഞ്ഞത് ഒരു മഹാപാവം തന്നെയാ. അതിന് ശിക്ഷ ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഞാൻ അർജുനേട്ടന്റെ അനിയനാണെന്നും രമാദേവിയുടെ മകനാണെന്ന് അറിഞ്ഞാ പിന്നെ ചിന്നു എന്നോട് ക്ഷമിക്കോ? ഞാനെങ്ങനെ ഈ തെറ്റുകൾക്കൊക്കെ അവളോട് മാപ്പ് പറയൂ? ചിന്നു 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 നീ ഇല്ലാതെ എനിക്കിവിടെ ഭ്രാന്ത് പിടിക്കുന്നു. ചിന്നു എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ചിന്നു